الله. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹം നിറഞ്ഞ സാദാത്തുക്കളെ, പണ്ഡിത നേതാക്കളെ, മുതഅല്ലിം, മറ്റു ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് ഖബർ ജീവിതം സുഖകരമാകാൻ വേണ്ടി ഈ സദസ്സ് ഉപകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ സ്നേഹിതനും അതുപോലെ ശിഷ്യനുമായ രണ്ടാളുകളുടെ വേർപാട് ഒരു കൊല്ലം പൂർത്തിയാക്കുകയാണ്. അല്ലാഹുവിന്റെ സാബിഖായ ഖളാഅ് അവരെ തേടിയെത്തുകയും അല്ലാഹുവിന്റെ വിധിക്ക് കീഴടങ്ങി അവർ നമ്മളെ വിട്ടുപോയി. അല്ലാഹു അവരുടെ ഖബർ ജീവിതം സുഖകരമായി സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന റൂഹാക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ. ആർക്കും നിഷേധിക്കാൻ കഴിയാത്തതും അലറി വിളിക്കുന്ന തിരമാലകളും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും സാക്ഷിയായിക്കൊണ്ട് അല്ലാഹുവിന്റെ വിധിക്ക് കീഴടങ്ങേണ്ടവരാണ് നമുക്ക്. എപ്പോഴാണ് നമ്മുടെ മരണമെന്ന് ഒരാൾക്കും തന്നെ പറയാൻ കഴിയില്ല. വിശുദ്ധമായ ഖുർആനിൽ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണം എല്ലാവരെയും രുചി നോക്കും എന്നാണ് വിശുദ്ധമായ ഖുർആൻ നമ്മളെ ശ്രദ്ധിപ്പിക്കുന്നത്. വലഹു കാനത്തി ദുനിയ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഹല്ലദ. ഈ ലോകത്ത് ശാശ്വതമായി ആര് ജീവിക്കുകയാണെങ്കിൽ അത് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളിൽ നിന്ന് വിടവിട്ടു പോയി. നമുക്ക് പോവേണ്ട ഒരു സ്ഥലമാണ് ഖബർ. അല്ലാഹു അത് സുഖകരമായി ഖബറിലുള്ള മലാക്കന്മാര് സഹായിക്കപ്പെടുന്ന ഒരു റൂഹായി അല്ലാഹു നമ്മളിൽ നിന്ന് മാറ്റുമാറാവട്ടെ. നമുക്കറിയാം, ഒരു സുഖവും നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുകയും സന്തോഷിക്കുന്ന ഒരു സ്ഥലമാണ് ഖബർ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആദ്യത്തെ വീട് ഖബറാണ്. ആ ഖബർ ജീവിതം സുഖകരമായാൽ ആഖിറത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ കൃപ ഉണ്ടാവും. ആ ഖബർ ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടത്. പല ആളുകൾ നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. നമ്മുടെ രക്ഷിതാക്കൾ, നമ്മൾ ബന്ധപ്പെട്ടവർ, നമ്മുടെ കുടുംബക്കാർ, കൂട്ടുകാർ, അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് റയീസ് ജമലുല്ലൈലി തങ്ങളുടെയും സയ്യിദ് മഹദി ജമലുല്ലൈലി തങ്ങളുടെയും സയ്യിദ് ബാഖിർ ജമലുല്ലൈലി തങ്ങളുടെയും അവരുടെ മേലിൽ സംഗമിക്കുന്ന ഒരു സദസ്സാണ്. ഇതിന് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. അസ്സലാമു അലൈക്കും. إلى حضرة رسول الله صلى الله عليه وسلم وإلى